മഴ വീണ്ടും ശക്തമാകുന്നു. വിവിധ പ്രദേശങ്ങളിൽ വ്യാപകമായി ഇപ്പോൾ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. തിരുവനന്തപുരം നഗരത്തിൽ ശക്തമായ മഴ ലഭിച്ചു. പത്തനംതിട്ടയിൽ 78 മില്ലിമീറ്ററും ചേത്തക്കലിൽ 55 മില്ലിമീറ്ററും കൊല്ലം പുനലൂരിൽ 57 മില്ലിമീറ്ററും മഴ ലഭിച്ചു. കാരാപ്പുഴ, പത്തനംതിട്ട, ലാഹ പ്രദേശങ്ങളിൽ 54 മുതൽ 41 കിലോമീറ്റർ വരെയുള്ള വേഗതയിൽ കാറ്റും അനുഭവപ്പെട്ടിരിക്കുന്നു. കൂടുതൽ ജില്ലകളിൽ ഇപ്പോൾ വൈകിട്ട് വീണ്ടും മഴ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ശക്തമായ മഴ തുടരും. ഡീറ്റെയിൽ ആയി വിവരങ്ങൾ നോക്കാം. എല്ലാ ദിവസവും അപ്ഡേറ്റുകൾക്ക് നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെൽ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. കൂടുതൽ ആളുകൾക്ക് വിവരങ്ങൾ എത്തിച്ചേരാൻ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കണം. വരും മണിക്കൂറിൽ കേരളത്തിൽ ശക്തമായ മഴ ലഭിക്കുമെന്ന് വിലയിരുത്തൽ. തിരുവനന്തപുരം, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ശക്തമായ മഴ ലഭിക്കും. 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കാലാവസ്ഥാ വകുപ്പ് ഏറ്റവും പുതിയ അറിയിപ്പ് പ്രകാരം ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. മെയ് 6-ാം തീയതിയും പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ വ്യാപകമായി മഴ ലഭിക്കും. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ വിലയിരുത്തൽ. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കന്യാകുമാരി തീരത്ത് നാളെ രാവിലെ 11:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടൽ ആക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും അറിയിച്ചിരിക്കുന്നു. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ ബീച്ചിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണം. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നാണ് മുന്നറിയിപ്പ്.